ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഏതാണ്ട് 104 അമെൻമെൻറ്റ്സുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം പഠിച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട അത് മാത്രം നോക്കാം. ഒന്ന് അമെൻമെൻറ്റ് 7th അമെൻമെൻറ്റ് 1956 ഇത് നടന്നത്. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഇതോടൊപ്പം തന്നെ അബോളിഷൻ ഓഫ് ക്ലാസ് എ, ബി, സി ആൻഡ് സി സ്റ്റേറ്റ്സ്, അത് നേരത്തെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീടുള്ള അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരുന്നു, പ്രത്യേകതകൾ കൊടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു മാറ്റി ഒരേ ഫോർമാറ്റിലുള്ള സ്റ്റേറ്റ്സ് എന്നുള്ളൊരു രീതിയും കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് 7th അമെൻമെൻറ്റ്. അടുത്തത് 9th അമെൻമെൻറ്റ് 1960 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു ഇന്ത്യൻ ടെറിട്ടറി ആസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റ് വിത്ത് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡർ നിജപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ത്രിപുര, പഞ്ചാബ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ഇങ്ങനെയുള്ള സംസ്ഥാനം ആ ഒരു ബോർഡറിൽ ചെറിയ ചെറിയ അമെൻമെൻറ്റ്സുകൾ വരുത്തി മ്യൂച്വലായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. അപ്പോൾ അത് ആ ഒരു ചേഞ്ചസ് നമ്മളുടെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് 9th അമെൻമെൻറ്റ് എന്നുള്ളത്. അടുത്തത് 10th അമെൻമെൻറ്റ് 1961 ദാദ്ര, നാഗർ ആൻഡ് ഹവേലി ഈ 3 സ്ഥലങ്ങളും പോർച്ചുഗലുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുകയും അതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കി നിജപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് 10th അമെൻമെൻറ്റ്. അടുത്തത് 12th അമെൻമെൻറ്റ് 1961 തന്നെയാണ്. ഗോവയും ഡാമൻ ആൻഡ് ഡ്യൂ ഈ ഒരു സ്ഥലങ്ങളും പോർച്ചുഗലുകാരിൽ നിന്ന് കൈയടക്കുകയും അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുകയും അത് കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് നമ്മളുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ആ ഒരു ഭേദഗതി വരുത്തിയതാണ് 12th അമെൻമെൻറ്റ്. അടുത്തത് 13th 1963 ആണ്. ദ സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് ഫോർമഡ് വിത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 371A, അതായത് നാഗാലാൻഡിനെ ഒരു പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റായി രൂപീകരിക്കുകയും അതുപോലെ തന്നെ അതിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്ന ഒരു സാഹചര്യം, അതാണ് അമെൻമെൻറ്റ് 13. 14 അമെൻമെൻറ്റ് പുതുച്ചേരിയെ, അല്ലെങ്കിൽ നമ്മൾ പോണ്ടിച്ചേരി എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പുതുച്ചേരിയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അത് ഫ്രാൻസിൽ നിന്ന്, ഫ്രഞ്ചുകാരിൽ നിന്ന് അത് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം. അതായത് ഇന്ത്യ August 15 നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവരെയൊക്കെ പിന്നീട് 62 വരെയൊക്കെ ഫ്രഞ്ചുകാർ പുതുച്ചേരിയുടെ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുടെ പ്രവർത്തനങ്ങൾ അവരുടെ അണ്ടറിലായിരുന്നു, അവരുടെ കൈവശമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതാണ് 14th അമെൻമെൻറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് 21st അമെൻമെൻറ്റ് 1967 സിന്ധി ആഡഡ് ഓൺ ആസ് ലാംഗ്വേജ് ഇൻ ദി 8th ഷെഡ്യൂൾ. സിന്ധിയെ നമ്മുടെ 8th ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജായി പ്രഖ്യാപിച്ചതാണ്. 26 അമെൻമെൻറ്റ് 1971 പ്രിവ്യൂ പേഴ്സ് പെയ്ഡ് ടു ഫോർമർ റൂളേഴ്സ് ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അബോളിഷ്ഡ്. അതായത് നമുക്കറിയാം നാട്ടുരാജ്യ സംയോജന സമയത്ത് വളരെയധികം പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതിന് ശേഷം അവരുടെ ആ ഒരു രാജാക്കന്മാരായിട്ട് തുടർന്ന് പിന്നീട് അവരുടെ ആ ഒരു സ്റ്റാറ്റസിനനുസരിച്ച് ഒരു പ്രിവ്യൂ പേഴ്സ് ഒരു വർഷത്തിൽ കുറച്ച് അവർക്കൊരു സഹായധനം പോലെ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അതിനെ ഇല്ലാതാക്കി, അത് അബോളിഷ് ചെയ്തു, അത് നിർത്തലാക്കിയതൊരു സംഭവമായിരുന്നു കേട്ടോ. അടുത്തത് പ്രധാനപ്പെട്ടവരാണ് 36 അമെൻമെൻറ്റ് 36 1975 സിക്കിം ഇൻക്ലൂഡ് ആസ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റിൽ സിക്കിമിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അത് 42nd അമെൻമെൻറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1976
ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രിസ്ക്രൈബ്ഡ്. ആ ഫണ്ടമെൻ്റൽ മൗലിക കടമകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി ചേർക്കപ്പെട്ടു. ഒരു പൗരന് ഇന്നതൊക്കെ ഒരു രാഷ്ട്രത്തോട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ ബിക്കെയിം സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്. ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്കായിട്ട് നമ്മളുടെ പ്രിയാമ്പിളിൽ അമെൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തത് 44th അമെൻമെൻറ്റ് 1978 റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി എത്രയും കണക്കിൽ കൂടുതൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് കൈവശം വെക്കുക എന്നുള്ളതൊരു മൗലിക അവകാശമാണ് എന്നുള്ളൊരു കാര്യം എടുത്തു കളഞ്ഞു കേട്ടോ. അത് ലീഗലായിട്ടുള്ള ഒരു വശമാക്കി, പക്ഷേ മൗലിക അവകാശം എന്നുള്ള രീതിയിൽ അല്ല. അത് ചേഞ്ചസ് ചെയ്തതാണ് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം. അടുത്തത് 52nd അമെൻമെൻറ്റ് 1985 ഡിഫെക്ഷൻ ടു അനദർ പാർട്ടി ആഫ്റ്റർ ഇലക്ഷൻ മെയ്ഡ് ഇല്ലീഗൽ. അതായത് നമ്മൾ കൂറുമാറ്റ നിരോധന നിയമം, അതായത് ഇലക്ഷന് നിൽക്കുമ്പോൾ ഒരു പാർട്ടിയിലും ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോൾ മറു പാർട്ടിയിലും പോകുന്ന ഒരു സാഹചര്യം. അപ്പം അത് ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് 52nd അമെൻമെൻറ്റ്. അടുത്ത 61 1989 വോട്ടിംഗ് ഏജ് റിഡ്യൂസ്ഡ് ഫ്രം 21 to 18. അതായത് നേരത്തെ 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായമെങ്കിൽ അത് അമെൻമെൻറ്റ് ചെയ്ത് 18 വയസ്സാക്കി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഇത് അമെൻമെൻറ്റ് ചെയ്തത്. പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 നിജപ്പെടുത്തിയതാണ്. അടുത്തത് അമെൻമെൻറ്റ് 71 1992 കൊങ്കിണി, മണിപ്പൂരി ആൻഡ് നേപ്പാളി ആഡഡ് ആസ് ദ ലാംഗ്വേജ് ഇൻ ദി 8th ഷെഡ്യൂൾ. അതായത് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഈ പറയുന്ന ഭാഷകളെ അംഗീകരിച്ചതാണ് 71st ഷെഡ്യൂൾ. അടുത്ത 73rd 73ാമത്തെ ഭേദഗതിയാണ് 1993 ഇൻട്രൊഡക്ഷൻ ഓഫ് പഞ്ചായത്തി രാജ്, അഡീഷൻ ഓഫ് പാർട്ട് 9 ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 8 പാർട്ടുകളായിരുന്നു. അപ്പോൾ ആ പാർട്ടുകൾ അതിനുശേഷം ഈ പറയുന്ന 1993 73ാമത്തെ ഭേദഗതിയിലൂടെ 9ാമത്തെ പാർട്ട് ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തി രാജ് സിസ്റ്റം വരികയും ചെയ്തു. അടുത്തത് 74th അമെൻമെൻറ്റ് 1993 ഇൻട്രൊഡക്ഷൻ ഓഫ് നഗരപാലിക ആൻഡ് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഉള്ളതാണ്. നഗരപാലിക എന്ന് ഹിന്ദിയിൽ പറയുന്നതാണ് നഗർപാലികാസ് ആൻഡ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മുനിസിപ്പാലിറ്റികൾ ടൗൺഷിപ്പിലുള്ള. അപ്പോൾ ഇതാണ് 74th അമെൻമെൻറ്റ്. അടുത്തത് 86th അമെൻമെൻറ്റ് 2002 നടപ്പിലാക്കിയതാണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം, അവർക്ക് വിദ്യാഭ്യാസം നൽകിയേ മതിയാകൂ എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെൻറ്റാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു നിയമം ഇതിലൂടെ പാസ്സാക്കുകയാണ് ചെയ്തത്. അടുത്തത് 92nd അമെൻമെൻറ്റ് 2003 ഈ 4 ഭാഷകളാണ് ബോഡോ, ഡോഗ്രി, സന്തലി ആൻഡ് മെയ്തിലി. ഇതിനെ എന്ത് ചെയ്തു, ഈ പുതിയതായിട്ട് നമ്മളുടെ ഭാഷയിൽ ആഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സർവീസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആ രീതി ആരംഭിച്ചതും ഈ പറയുന്ന 92ാമത്തെ ഭേദഗതിയിലൂടെയാണ്. അടുത്തത് 8, 24, 45, 62, 79 ആൻഡ് 95. ഇത്രയും അമെൻമെൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിലുള്ള ഈ അമെൻമെൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ SC/ST റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിവിധ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി തൊഴിലുള്ള അവസരങ്ങളായാലും ഗവൺമെൻറ് സർവീസിലെ അവസരങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു സ്പെസിഫൈഡ് കാറ്റഗറിക്ക് വേണ്ടി ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിന് പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലീസും ഒക്കെയുള്ള നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും കൂടിയാണ് ഇത്. അടുത്ത 96ാമത്തേതാണ് 2011 ഒഡിയ എന്നതിന് ഒറിയ ലാംഗ്വേജ്, ഒറിയ എന്നുള്ള ലാംഗ്വേജ് അത് നമുക്കറിയാം ഒറീസയിലെ ലാംഗ്വേജാണ്. അതിനെ ഒഡിയ എന്നാക്കി 8th ഷെഡ്യൂളിൽ അമെൻമെൻറ്റ് ചെയ്തതാണ്.
അടുത്ത 97 അമെൻമെൻറ്റ് 2012 ഇൻട്രൊഡക്ഷൻ ഓഫ് പാർട്ട് 9B ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ അതുപോലെ തന്നെ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കോഓപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത 101 2016 ഇൻട്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിലവിൽ വന്നു. GST എന്നുള്ള നിയമം നമ്മളുടെ ഭരണഘടനയിൽ ആഡ് ചെയ്തതാണ്, ഭേദഗതി വരുത്തിയതാണ് 101ാമത്തെ അമെൻമെൻറ്റ്. ഇതിനതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 42ാമത്തെ അമെൻമെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പിന്നെ നിയമങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, ക്ലോസസ് എന്ന് പറയും, ക്ലോസസ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ 59 ക്ലോസസാണ്, പോയിൻറ്റുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് പറയപ്പെടുന്ന ഒരു പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതായത് ഈ 52 എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം അമെൻമെൻറ്റുകൾ വന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് നോൺ ആസ് എ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 42nd അമെൻമെൻറ്റ് ആണ്. അത് ഓർക്കണം. അതുപോലെ തന്നെ 52ാമത്തെ അമെൻമെൻറ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒന്നടങ്കം അൺആനിമസ്ലി അഡോപ്റ്റഡ്, പാർലമെൻറ്റ് ഒന്നടങ്കം എല്ലാവരും, അതിനകത്തൊരു എതിർപ്പില്ലാതെ ഒന്നടങ്കം അംഗീകരിച്ച ഒരു അമെൻമെൻ്റ് ആയിരുന്നു 52ാമത്തെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് പ്രധാനമായിട്ടും ഓരോ സമയങ്ങളിൽ വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റ്സുകളാണ്. ഇത് 2 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാകും. ഓക്കെ, സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് ഡോക്ടർ BR അംബേദ്കർ ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു കർത്തവ്യത്തിലേക്ക് നീങ്ങിയത്. നമുക്ക് ആദ്യമായിട്ട് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് പാർലമെൻ്ററി ഗവൺമെൻറ്, അതായത് ഒരു പാർലമെൻ്ററി സിസ്റ്റം എന്നുള്ളൊരു ആശയം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. രണ്ടാമത് റൂൾ ഓഫ് ലോ, ഭരണം എപ്പോഴും ഒരു നിയമത്തിനനുസൃതമായിട്ട്, ഗവൺമെൻറ്റുകളൊക്കെ അവരുടെ ഭരണചക്രം തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള ആശയം. അടുത്തത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, നിയമങ്ങൾ നിർമ്മിക്കുന്ന ലെജിസ്ലേറ്റീവിനുള്ള പവേഴ്സ് അല്ലേ. അപ്പോൾ ഈ വക കാര്യങ്ങൾ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, അത് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഏക പൗരത്വം, ഒരു ആൾക്ക് ഒരു പൗരത്വം മാത്രമായി, സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളതും ബ്രിട്ടനിൽ നിന്നാണ്. അടുത്താണ് ക്യാബിനറ്റ് സിസ്റ്റം. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ്, ഉന്നതാധികാരങ്ങളുള്ള മന്ത്രിസഭ. അപ്പോൾ ആ ഒരു സിസ്റ്റം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തതാണ് പ്രീറൊഗേറ്റീവ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം, അത് ബ്രിട്ടനിൽ നിന്നാണ്. ബൈക്യാമറലിസം, അതായത് പാർലമെൻറ്റ് നമുക്കറിയാം 2 സഭകളാണ്, ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ച് അതിനുശേഷം അവിടുന്ന് പാസ്സായി രാജ്യസഭയിലേക്ക് വരിക, അവിടുന്ന് പിന്നീട് പാസ്സായി പ്രസിഡൻ്റ് അടുത്തേക്ക് പോകുക. അപ്പോൾ ആ ഒരു സിസ്റ്റം ബൈക്യാമറലിസം, ഇതും കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് നോക്കുകയാണെങ്കിൽ ബൈക്യാമറലിസം, റിട്ട്സ്, അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെൻ്ററി ഗവൺമെൻറ്, അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, വായിച്ച് വെക്കുക. 1-2 തവണ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലത് പതിയും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലൂ നമുക്ക് ലഭിക്കും ഇതിൽ നിന്നൊക്കെ കേട്ടോ. രണ്ടാമത് അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമുക്കറിയാം, ആ നിർദ്ദേശിക തത്വങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ഏതൊരു നിയമവും നിയമനിർമ്മാണം നടത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിർദ്ദേശിക തത്വങ്ങൾ, അതിൻ്റെ ബേസിക്കായിട്ടുള്ള ലക്ഷ്യം
ജനങ്ങളുടെ ക്ഷേമത്തിനും രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിനും ഉതകുന്നതാകണം എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിനെ ബൈഫോഴ്സ് ആർക്കും കോടതിയിൽ നമുക്ക് ഇത് ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇതാണ്, അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ള അയർലൻഡിൽ നിന്നാണ്. രണ്ടാമത് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി കടമെടുത്തിട്ടുള്ളതും അയർലൻഡിനാണ്. നമുക്കറിയാം ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു MPയുടെയും MLAയുടെയും വോട്ടിൻ്റെ മൂല്യത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് സംസ്ഥാനത്താണോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സംസ്ഥാനത്തിലെ ജനസംഖ്യയുടെ അനുപാതത്തിലായിരിക്കും അവർ വോട്ടിൻ്റെ മൂല്യം വരിക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഒരു MLAയുടെ വോട്ടിൻ്റെ മൂല്യവും ഉത്തർപ്രദേശിലെ ഒരു MLAയുടെ വോട്ടിൻ്റെ മൂല്യവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ്. അപ്പോൾ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി അത് എങ്ങനെയാണ് എന്നുള്ളൊരാശയം. മൂന്നാമതാണ് മെമ്പേഴ്സ് നോമിനേഷൻ ടു ദ രാജ്യസഭ ബൈ ദ പ്രസിഡൻറ്റ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിവിധ സാംസ്കാരിക, സാമൂഹിക അല്ലെങ്കിൽ മറ്റു മേഖലകളിലുള്ള ആളുകൾ, അങ്ങനെ 12 പേരെയാണ് പ്രസിഡൻറ്റിന് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന രീതിയെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഈ 3 കാര്യം പ്രധാനപ്പെട്ടതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, മെമ്പേഴ്സ് നോമിനേഷൻ ടു ദ രാജ്യസഭ. ഇപ്പോൾ രാജ്യസഭയിൽ 12 പേരെയാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്, അതുപോലെ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോക്സഭയിൽ 2 പേരെയാണ്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക, അതിനെയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആശയം USA എന്നാണ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഡ്യൂട്ടികൾ, അവരുടെ ആ ഒരു പൊസിഷൻ, ഓഫീസ് ഫങ്ഷൻ, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം, ആ ഒരു ആശയം അമേരിക്കയിൽ നിന്നുള്ളതാണ്. മൂന്നാമതാണ് റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യുന്ന രീതി, ഈ ഒരു ആശയവും കടപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ടാണ്. നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഈ ഒരു ആശയം അമേരിക്കയുടെയാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, നമുക്ക് ലോവർ കോർട്ടിൽ നടക്കുന്ന ഒരു ട്രയലിനെ ഹൈക്കോടതികൾക്ക് അതിനെ റിവ്യൂ ചെയ്യാൻ സാധിക്കും. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനും അതിനെന്തെങ്കിലും കറപ്ഷൻസോ കുഴപ്പങ്ങളോ ഉണ്ടോ എന്ന് ചെയ്യാൻ സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കോടതിയിൽ നടക്കുന്ന ലോവർ കോർട്ടിലെ ഒരു ട്രയലിനെ ഹൈക്കോടതി സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ. ഹർജികൾ നിരസിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെയുള്ള അധികാരം. അടുത്തതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് നിയമം നിർമ്മിക്കുന്ന അതിൽ നിന്നും അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന വ്യക്തികളിൽ നിന്നും ഓഫീസിൽ നിന്നും ഈ ജുഡീഷ്യറിയെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാം, ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു രീതി കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അടുത്തത് ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന ആ ഒരു കാര്യം കടമെടുത്തിട്ടുള്ളതും അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഈ അമേരിക്കയിൽ USA-യിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ബ്രിട്ടൻ, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതെപ്പോഴും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ ഈ ബോറോവ്ഡ് ഫീച്ചേഴ്സ് സാധാരണ ചോദിക്കാറുള്ളതാണ്. അടുത്തത് നമുക്ക് കാനഡയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. സെൻട്രിഫ്യൂഗൽ ഫോം ഓഫ് ഫെഡറേഷൻ വേർ ദ സെൻറ്റർ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സ്റ്റേറ്റ്. അത് നമുക്കറിയാം, നമ്മളുടെ രാജ്യം ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അതായത് ഭരണ സംവിധാനങ്ങൾക്കായി രാജ്യത്തെ പല തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തെ സെൻട്രൽ ഗവൺമെൻറ് പൊതുവിൽ മൊത്തം രാജ്യത്തെ, അതായത് യൂണിയൻ ഗവൺമെൻറ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളായി, 28 സംസ്ഥാനങ്ങളായി, പിന്നീട് 9 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ
ഏറ്റവും സ്ട്രോങ്ങറായിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി സെൻട്രിഫ്യൂഗൽ ഫോം ഓഫ് ഫെഡറലിസം എന്നാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഏത് സമയത്തും ഏത് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഇടപെടാവുന്നതാണ് എമർജൻസി കേസുകളിലൊക്കെ. അടുത്ത റെസിജ്വറി പവേഴ്സ് വെസ്റ്റ് വിത്ത് ദ സെൻറ്റർ. അത് നമുക്കറിയാം, ഈ നമ്മളുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട 3 ലിസ്റ്റുകളാണുള്ളത്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 1, സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 2 ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3. യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധികളെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധികളെക്കുറിച്ച്. ഇപ്പോൾ 2 ഗവൺമെൻറ്റും, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംയുക്തമായി ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പം ഇതിൽ ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ വരാത്ത ഏതെങ്കിലും കേസുണ്ട് എങ്കിൽ അതിന് നിയമം നിർമ്മിക്കാനോ അല്ലെ ആ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഏറ്റവും കൂടുതലുള്ള സ്പെഷ്യൽ പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അങ്ങനെ ഒരു തത്വം, അങ്ങനെ ഒരു ആശയം ഇത് കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അടുത്തത് സെൻറ്റർ അപ്പോയിൻറ്റ്സ് ദ ഗവർണേഴ്സ് ഓഫ് അറ്റ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡിനെ തിരഞ്ഞെടുക്കുന്നത്, അതായത് ഗവർണറാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഹെഡിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഗവർണർ എന്നൊരു പോസ്റ്റ്, അങ്ങനെയുള്ളൊരു ആശയം കാനഡയിൽ നിന്നാണ്. അടുത്തത് അഡ്വൈസറി ജുറിഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. അപ്പം സുപ്രീം കോർട്ട് ഏതൊരു കാര്യത്തിലും അഡ്വൈസ് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികാര പരിധിയിലുള്ളതാണ് സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധിയിലുള്ളതാണ് അഡ്വൈസ് നൽകുക എന്നുള്ളത്. ഏതൊരു കാര്യത്തിലും അഡ്വൈസ് നൽകുക. അപ്പോൾ അവർക്ക് ഈ പറയുന്നുള്ള ഒരു ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സുപ്രീം കോർട്ടാണ്. അപ്പോൾ ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അത് നോക്കുക വളരെ ആവശ്യമാണ്. അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങൾ. കോൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ളൊരാശയം കടമെടുത്തിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്നാണ്. അത് പ്രധാനപ്പെട്ടാണ്, മിക്കവാറുമൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് അറിയാമല്ലോ, സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ചേർന്ന് സംയുക്തമായി കൊണ്ടുപോകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. അടുത്ത പോയിൻ്റാണ് ആർട്ടിക്കിൾ 108, അതായത് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യസഭയും ലോക്സഭയും ഒന്നിച്ചിരുന്ന് പിന്നെ ഏതെങ്കിലും അടിയന്തര പ്രാധാന്യമുള്ള ബില്ലുകൾ പാസ്സാക്കേണ്ടതാണ്. അങ്ങനെയുള്ള, അതായത് രാജ്യത്തിന് അനിവാര്യമായിട്ടുള്ള ബില്ലുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതുവരെ 3 തവണയാണ് അങ്ങനെയുള്ള ജോയിൻറ്റ് സിറ്റിങ്സ് സ്പെഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്ത്രീധന നിരോധന നിയമം, ബാങ്കിങ് ആൻഡ് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ്, രാജ്യസഭയും ലോക്സഭയും ഒന്നിച്ചിരുന്ന് സമ്മേളിച്ച് ഒരു ബില്ലിനെ പാസ്സാക്കുന്ന രീതി. അതർവൈസ് എങ്ങനെയാണ്? ലോക്സഭയിൽ ആദ്യം ബില്ല് വരും, അവിടുന്ന് മജോറിറ്റിയിൽ പാസ്സാകണം, അതിനുശേഷം രാജ്യസഭയിൽ പോകണം, അവിടെ മജോറിറ്റിയിൽ പാസ്സാകണം. അപ്പം അതിനുള്ള സമയം അല്ലെങ്കിൽ എല്ലാ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനാണ്. ഈ ജോയിൻറ്റ് സിറ്റിങ്ങിൽ ആ ഒരു മീറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറായിരിക്കും. അതുകൂടെ ഓർക്കുക. അടുത്തത് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അതായത് ഏത് ബിസിനസ് ചെയ്യുന്നതിനും ട്രേഡ് വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നതിനും വാണിജ്യ വ്യാപാരത്തിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം, ഈ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അടുത്തത് റഷ്യയിൽ നിന്ന് USSR. ഇന്ന് റഷ്യയാണ് പറയുന്നത്, നേരത്തെ യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റഷ്യ എന്നായിരുന്നു, ഇപ്പോൾ നമ്മൾ റഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, ഒരു പൗരന് രാജ്യത്തോടുള്ള കടമകൾ എന്തൊക്കെയാണ്, അതാണ് പ്രധാനമായിട്ട് ഈ ഒരു കടമെടുത്തിരിക്കുന്ന ഒരാശയം. അടുത്തത് ദ ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എക്സ്പ്രസ്ഡ് ഇൻ ദ പ്രിയാമ്പിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിയാമ്പിളിൽ പരാമർശിച്ചിട്ടുള്ള സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, സാമൂഹ്യവും സാമ്പത്തികവും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള
ജസ്റ്റിസ്, നീതി, ഈ 3 കാര്യത്തിൽ നീതി ഉറപ്പുവരുത്തുക എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. അടുത്ത പോയിന്റ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഫ്രാൻസ് കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ തലവൻ, ഭരണത്തലവൻ, അതായത് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയോ എന്നുള്ള നിലയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രൽ കോളേജ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ റിപ്പബ്ലിക്, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിന് വേറൊരു അർത്ഥം കൂടെ വരാം. അതായത് ഒരു രാജ്യം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യം സോവറിനാണ്, ഡെമോക്രാറ്റിക് ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ്, അതിന് റിപ്പബ്ലിക്കാണ്. ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആശയം ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു കാര്യമാണ് അതിൽ വിടുന്നത്. ഇപ്പോൾ ഡെമോക്രാറ്റിക് ആൻഡ് സോവറിൻ, റിപ്പബ്ലിക്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പബ്ലിക് എന്നുള്ള ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. പ്രിയാമ്പിളിൽ പരാമർശിച്ചിട്ടുള്ളതാണിത്. അതായത് എന്താണ് ലിബർട്ടി എന്തിലൊക്കെയാണ്? ഇക്വാലിറ്റി, സമത്വത്തിലും അതുപോലെ തന്നെ സാഹോദര്യത്തിലുമുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യം. ഈ കാര്യം ഈ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി. അതായത് രാജ്യത്ത് എന്തെങ്കിലും രാഷ്ട്രപതി എമർജൻസി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാൻ പറ്റും, അതെല്ലാം വിഡ്രോൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് എമർജൻസിയിലാണ്. ഈ ഒരു കാര്യം എമർജൻസി ടൈമിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ജർമ്മനിയിൽ നിന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയിലെ മെമ്പേഴ്സിനെ ഇലക്ഷൻ ചെയ്യുന്നത്. നമുക്കറിയാം, രാജ്യസഭ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. കേരളത്തിന് 9 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്. അപ്പം എല്ലാം 6 വർഷമാണ് കാലാവധി. അപ്പോൾ 6 വർഷം എല്ലാവരും ഇങ്ങനെ റീചേഞ്ച് ആതിരിക്കുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ MLAs ആരാണോ ഉള്ളത് അവരുടെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് അമെൻഡ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ ഭേദഗതി ചെയ്യാൻ നമുക്ക് കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം പാർലമെൻറ്റിൽ അതിനുള്ള ബിൽ പാസ്സാക്കി മജോറിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആശയം കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് ജപ്പാനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് കോൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എല്ലാ കാര്യങ്ങളും ഭരണനിർവഹണം, എല്ലാ കാര്യങ്ങളും ഒരു നിയമത്തിലൂടെയാണ്. ആ ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫങ്ഷൻ ചെയ്യാവൂ എന്നുള്ളൊരാശയം കടമെടുത്തു. ഇതിന് പുറമെ നമുക്കറിയാം, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷന് തുല്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പം നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് ഫെഡറൽ സംവിധാനം, അതായത് ഒരു യൂണിയൻ ഗവൺമെൻറ്, പിന്നെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എന്നുള്ള ഫെഡറൽ സ്കീം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഓഫീസ് ഓഫ് ഗവർണറുടെ ഓഫീസ്, ഒരു ഗവർണർ എന്നുള്ളൊരു തത്വം. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ പല പ്രൊവിൻസുകളുടെ അധികാരം ഗവർണർക്കായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി. അപ്പോൾ ആ ഗവർണറെ നിയമിക്കുന്നത് ആരായിരുന്നു? വൈസ്രോയുടെ പ്രതിനിധിയായിട്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഗവർണറെ നിയമിക്കുന്നു. അപ്പോൾ ഓഫീസ് ഓഫ് ദ ഗവർണർ, ആ ഒരു കാര്യവും കടമെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടുത്ത ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥ, അതും ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടുത്ത പബ്ലിക് സർവീസ് കമ്മീഷൻ, പൊതു സർവീസുകളിലെല്ലാം ആ ഒരു സിസ്റ്റം കടമെടുത്തിട്ടുള്ളതും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്.
എമർജൻസി പ്രൊവിഷൻസ്, അതായത് പ്രസിഡന്റിനെ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻസ്, അതും കടമെടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ലാസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു ആശയവും കടമെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്.